അയാൾ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന് കതക് തുറന്ന് ഉള്ളിലേക്ക് കയറുന്നു. എന്നിട്ട് ഉള്ളിലേക്ക് നോക്കിയാൽ അയാളുടെ വൈഫ് അവിടെ മരിച്ചു കിടക്കുകയായിരുന്നു. ഇത് കണ്ടതും അയാൾ ഭയങ്കര ഷോക്കായിട്ട് ഭാര്യയുടെ അടുത്ത് ഓടിച്ചെന്ന് കരയാൻ തുടങ്ങി. എന്നിട്ട് വിഷമം സഹിക്കാനാവാതെ എമർജൻസി നമ്പറിലേക്ക് വിളിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ അപ്പോൾ തന്നെ അയാളുടെ വൈഫ് എഴുന്നേറ്റ് കാലിൽ പിടിക്കുന്നു. ഇത് കണ്ട് അയാൾ പേടിച്ച് നിലവിളിക്കാൻ തുടങ്ങി. എന്താന്ന് വെച്ചാൽ അയാളുടെ വൈഫ് മരിച്ച പോലെ അഭിനയിച്ചു കിടന്ന് പ്രാങ്ക് ചെയ്തായിരുന്നു. അങ്ങനെ പിറ്റേന്നും അയാൾ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുന്നു. എന്നിട്ട് പതിയെ ഡോറ് തുറന്ന് ഉള്ളിലേക്ക് നോക്കിയതും അയാളുടെ വൈഫിന്റെ തല ഒരു മുതലയുടെ വായിലിരിക്കുന്നു. ഇത് കണ്ട് അയാൾ ഒട്ടും പേടിക്കാതെ അകത്തേക്ക് കയറി വരാണ്. എന്താന്ന് വെച്ചാൽ അയാൾക്ക് അറിയാമായിരുന്നു അതും ഒരു പ്രാങ്ക് ആണെന്ന്. അങ്ങനെ അയാൾ അടുത്ത് ചെന്ന് മുതലബൊമ്മയുടെ വായിൽ നിന്ന് വൈഫിനെ പുറത്തെടുക്കുന്നു. എന്നിട്ട് മുതലബൊമ്മയുടെ റേറ്റ് നോക്കിയാൽ ഇന്ത്യൻ മണി 45,000 രൂപ എന്ന് കാണുകയാണ്. ഇത് കണ്ട് അയാൾ ഷോക്കായി സ്റ്റക്ക് ആയിരിക്കുകയാണ്. അതിനുശേഷം എന്നും അയാൾ വീട്ടിലേക്ക് വരുന്ന സമയത്ത് വൈഫ് ഓരോ രീതിയിൽ ചത്ത് കിടക്കുന്നതായിട്ട് പ്രാങ്ക് ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കവേ അയാൾ പതിവ് പോലെ വീട്ടിലേക്ക് വന്നത് അയാളുടെ വൈഫിന്റെ തലയിൽ ഒരു അമ്പ് കയറി അപ്പുറവശത്തൂടെ പുറത്തു വന്നിരിക്കും പോലെ പ്രാങ്ക് ചെയ്ത് നിൽക്കുകയാണ്. അപ്പൊ അടുത്ത് നിന്ന് അയാൾക്ക് പ്രാങ്ക് കാരണം പൊറുതിമുട്ടി ഇവളെ ശരിക്കും കൊന്നാലോ എന്ന് വരെ ചിന്തിക്കുന്നു. എന്നിട്ട് പെണ്ണെ നീ നിർത്തിക്കോ എന്നും പറഞ്ഞിട്ട് കേൾക്കാതെ അവള് വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വേറെ വഴിയില്ലാതെ ഇതിനെപ്പറ്റി അയാൾ ഓഫീസിലെ ഫ്രണ്ടിനോട് പോയി പറയുന്നു. ഇത് കേട്ട ഫ്രണ്ട് പറഞ്ഞു, ചിലപ്പോ നിന്റെ വൈഫ് ഒറ്റപ്പെട്ടതായി ഫീൽ ചെയ്യുന്നുണ്ടാകാം, അതുകൊണ്ട് നീ അവളുടെ കൂടെ സമയം നിറയെ ചെലവഴിക്കേ. അങ്ങനെ അവനും അത് കേട്ടിട്ട് ശരിയാണെന്ന് വെച്ച് വൈഫിന്റെ കൂടെ നിറയെ ടൈം സ്പെൻഡ് ചെയ്യാണ്. അതിനുശേഷം പ്രശ്നങ്ങളെല്ലാം തീർന്നെന്ന് വിചാരിച്ചപ്പോ പിറ്റേന്ന് ജോലിക്ക് പോയിട്ട് തിരികെ വന്ന അയാളെ ഡോർ തുറന്ന് നോക്കിയാൽ ഈജിപ്തിലെ ഒരു മമ്മിയെ പോലെ വേഷം കെട്ടി വൈഫ് അവനെ നോക്കി നിൽക്കുന്നു. അപ്പൊ നിങ്ങൾ ആരെങ്കിലും പ്രാങ്ക് ചെയ്തിട്ടുണ്ടോ? കമന്റ് ചെയ്യൂ.